അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക്, പുതിയൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ്? യെസ്, പഴയ നമ്മുടെ CRPC ഉണ്ടായിരുന്നു, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ ക്രിമിനൽ നടപടിക്രമം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന CRPC. സോറി, നമ്മൾ ക്രിമിനൽ നടപടിക്രമം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന CRPC ഉണ്ടായിരുന്നു. നമുക്കറിയാം 2023 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പുതിയ നിയമം, ഓക്കെ, നമ്മുടെ പുതിയ ക്രിമിനൽ മാനുവൽ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? CRPC ഒക്കെ എടുത്തു കളഞ്ഞ് പുതിയ നിയമം വന്നിട്ടുണ്ട്. അതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ പ്രൊസീജിയറൽ ലോ. ഓക്കെ, ഒരു പ്രൊസീജിയറൽ ലോ ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഈ പ്രൊസീജിയറൽ ലോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യെസ്, ഈ പറയുന്ന എന്താണ്? ക്രിമിനൽ കേസുകളിൽ എന്താണ് പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ്? ഓക്കെ, ക്രിമിനൽ കേസുകളിൽ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ് പറയുന്ന ഒരു കോഡാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? അത് ഇന്ത്യനൈസ് ചെയ്ത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആയപ്പോ എന്ത് സംഭവിച്ചു? ഇതേ കാര്യം തന്നെ. എന്താണ്? പേര് ചെറുതായിട്ടൊന്ന് മാറി, പിന്നെ എന്താണ്? കുറച്ചുകൂടി എന്താണ്? ഒരു മോഡേൺ ആയി. ഓക്കെ, എന്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ബിക്കേം എ മോഡേൺ ക്രിമിനൽ മാനുവൽ. ഓക്കെ, എന്താണ്? ഒരു മോഡേൺ, പുതിയതായിട്ട്, ഓക്കെ, എന്താണ്? കാലത്തിന് യോജിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. ഓക്കെ, കാലത്തിന് യോജിക്കുന്ന രീതിയിൽ എന്താണ്? പുതിയ രീതിയിലുള്ള ഓഡിയോ വിഷ്വൽ എവിഡൻസിന്റെ കാര്യമാണ് എങ്കിലും ഈ പറയുന്ന പോലെ ഡെലിവറി ഓഫ് സമൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡെലിവറി ഓഫ് വാറന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു? ഒരു മോഡേൺ ഏജ് കോഡായിട്ട് എന്ത് ചെയ്തു? ഇത് മാറി എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ അതിലേക്ക് കടക്കുകയാണ്. യെസ്, ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? 11, ഈ ഡേറ്റുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ കുറിച്ച് വെച്ചോളൂ. യെസ്, 11/08/2023 എന്ത് ചെയ്തു? BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ല് ലോക്സഭയിൽ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. പകരം എന്താണ്? റിപ്പീലിംഗ് ദി CRPC 1973, 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും അതേപോലെ തന്നെ ഇതിലുണ്ട്, റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്താണ്? പ്ലസ് ഇറ്റ് ആഡ്സ്, ഓക്കെ, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ആഡ്സ് മോർ മോഡേൺ ഏജ് പ്രൊവിഷൻസ്. എന്താണ്? കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന പ്രൊവിഷൻസും എന്ത് ചെയ്തു? പ്രൊവിഷൻസും ഇതില് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യെസ്, കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്നതുമായ പ്രൊവിഷൻസും ഇതില് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. യെസ്, ഇംപ്ലിമെന്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഞാനത് വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് ഞാൻ ഓൾറെഡി BNSന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. BSA എടുത്തപ്പോൾ, ഭാരതീയ സാക്ഷി അധിനിയമം എടുത്തപ്പോൾ അപ്പോഴും പറഞ്ഞതാണ്. ഇത് ഞാൻ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? പക്ഷേ ഈ ഡേറ്റുകളൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക, ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 3 നിയമങ്ങളും, ഓക്കെ, BSA, ഭാരതീയ സാക്ഷി അധിനിയം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ ഇതേ ഡേറ്റിൽ തന്നെയാണ് പാസ്സായിരിക്കുന്നത്. ഇതേ ഡേറ്റിൽ തന്നെയാണ് രാഷ്ട്രപതി ഇതിന് അസന്റ് കൊടുത്തിരിക്കുന്നത്. ഇതേ ഡേറ്റിൽ തന്നെയാണ് ഇത് ഇഫക്റ്റിലായിരിക്കുന്നത്. ഓക്കെ, ഇതേ ഡേറ്റ് എല്ലാം ഇവിടെ ഇതേ ഡേറ്റിൽ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. പോയിന്റ് കിട്ടിയോ? എല്ലാം ഇതേ ഡേറ്റിൽ തന്നെയാണ് കാര്യമായി നടന്നിരിക്കുന്നത്. യെസ്, സംഭവം പക്കാ സെറ്റ് അല്ലേ? യെസ്, സംശയമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യെസ്, ഒബ്ജക്റ്റീവ് അത് വേണേ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. എന്താണ് CRPCയിൽ? എന്താണ് CRPCയിൽ കുറെ കാര്യങ്ങൾ അൺകൺസോളിഡേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അൺകൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെതറിത്തെറിച്ച് കിടക്കുകയാണ്. ഓക്കെ, പല കാര്യങ്ങളും എന്താണ്? ചെതറിത്തെറിച്ച് കൃത്യമായിട്ടുള്ള ഇംപ്രോപ്പർ ആയിട്ട് കിടക്കുകയായിരുന്നു. ഓക്കെ, പല മോഡേൺ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും, ഓക്കെ, ദോസ് പ്രൊസീജിയേഴ്സ് ദോസ് ആർ ഡിമാൻഡഡ് ബൈ ദി മോഡേൺ ഏജ്, ഓക്കെ, ദി പ്രസന്റ് ഏജ്. ഓക്കെ, ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ്? ആധുനിക കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ഇനി ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ അമെൻഡഡ് പ്രൊവിഷൻ ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്താണ്? ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന CRPC എന്തായിരുന്നു? നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? CRPC വാസ് ആൻ ഒബ്സലേറ്റ് കോഡ്, ഒബ്സലേറ്റ് ഓർ ഔട്ട്ഡേറ്റഡ് കോഡ്. ഓക്കെ, CRPC എന്താണ്? ഒന്നെങ്കിൽ ഒരു ഒബ്സലേറ്റ് കോഡാണ്. ഓക്കെ, ഒബ്സലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യമായ ഈ പറയുന്നത് പോലെ എന്താണ്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, കാലഘട്ടത്തിന് യോജിക്കാത്തൊരു കോഡായിരുന്നു.
നേരെ മറിച്ച് എന്താണ് ഇപ്പൊ എയും ഡിജിറ്റൽ എറയിലൊക്കെ ആയിരിക്കുമ്പോൾ BNS തന്നെയാണ് എന്തുകൊണ്ടും ഉചിതം. യെസ്, അപ്പം സെക്ഷൻ 1 ഏതൊരു നിയമത്തിന്റെയും പോലെ സെക്ഷൻ 1 എന്തായിരിക്കും വരിക? ഈ പറയുന്ന പോലെ ഷോർട്ട് ടൈറ്റില്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, എക്സ്റ്റെന്റ് ഓഫ് ദി ആക്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യെസ്, BNSനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ CRPCക്കുള്ള അതേ പ്രൊവിഷൻസ് ചില BNSൽ ഉണ്ട്. എക്സ്റ്റെന്റ് ഓഫ് ദി ആക്ട് എടുക്കുമ്പോൾ, യെസ്, എക്സ്റ്റെന്റ് ഓഫ് BNS നമ്മൾ എടുക്കുമ്പോൾ, ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേടാ മക്കളെ, നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് BNS എടുക്കുമ്പോൾ is BNS applicable to the whole of India? Yes, is BNS applicable to the whole of India? ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവനും BNS applicable ആണോ? അല്ല. ഓക്കെ, BNS is not applicable to the whole of India. ഓക്കെ, ഇന്ത്യക്ക് മുഴുവൻ എന്തല്ല, BNS applicable അല്ല. എക്സെപ്ഷൻസ് ഉണ്ടായതാണ് നാഗാലാൻഡ്, സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡും പിന്നെ എന്താണ് അതർ ട്രൈബൽ ഏരിയാസ്. ഓക്കെ, അതർ ട്രൈബൽ ഏരിയാസ് അവിടെ എന്താണ് ഈ പറയുന്ന പോലെ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഈ ക്രിമിനൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട അവരുടെ ലോക്കൽ ഓർ കസ്റ്റമറി ലോസ് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ലോക്കൽ ഓർ കസ്റ്റമറി ലോസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും എന്തല്ല, അവിടെയൊന്നും ഈ പറയുന്ന പോലെ പ്രൊവിഷൻസ് ഓഫ് CRPC ബാധകമല്ല. ജസ്റ്റ് ഒന്ന് സോറി, CRPC അല്ല, BNSS ബാധകമല്ല. ഡെഫിനീഷൻസ് വരുന്നുണ്ട്, അതൊന്ന് നോക്കുക. ഡെഫിനീഷൻസ് എങ്ങനെയാണ് വരുന്നത്? കൃത്യമായിട്ടൊന്ന് നോക്കൂ. എന്താണ് ഡെഫിനീഷൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ CRPCയിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇല്ലാതിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. ഓക്കെ, എന്താണ് ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറയുന്നത്? CRPCയിൽ ഇല്ലായിരുന്നു. കാരണം എന്താണ്, അതിനെ ഒരു MO ആയിട്ടോ, ഓക്കെ, പിന്നെ IT ആക്ട് വന്നപ്പോഴാണ് MO ആയിട്ട് പോലും അക്സെപ്റ്റ് ചെയ്തത്. അതിനെ ഒരു MO ആയിട്ടോ ഇനി അതുമല്ലെങ്കിൽ എന്താണ് ഒരു എവിഡൻസ് ആയിട്ടോ ഒന്നും നമുക്ക് ലിമിറ്റഡ് അക്സെപ്റ്റബിലിറ്റി മാത്രമേ ഓഡിയോ വീഡിയോ ഇതിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ BNSലേക്കും ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലേക്കും വന്നപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ സ്കോപ്പ് വളരെയധികം വൈഡൻ ചെയ്യപ്പെട്ടു. ഓക്കെ, അതിന്റെ സ്കോപ്പ് വളരെയധികം വൈഡൻ ചെയ്യപ്പെട്ടു. സെക്ഷൻ 2A എന്താ പറയുന്നത്? ഷാൽ ഇൻക്ലൂഡ് യൂസ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് വീഡിയോ കോൺഫറൻസിങ്. ഓക്കെ, എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് യൂസ്ഡ് ഫോർ വീഡിയോ കോൺഫറൻസിങ്, റെക്കോർഡിംഗ് ഓഫ് പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, search, seizure of evidence, seizure or evidence transmission or electronic communication such as the purposes or such other means as the state government may rules provide. അപ്പൊ എന്താണ് ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതൊരു വൈഡ് സ്പെക്ട്രം ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അതെന്താണ്, ഇറ്റ് ഈസ് എ വെരി വൈഡ് സ്പെക്ട്രം. അതൊരു വെരി വൈഡ് ആയിട്ടുള്ള വളരെ ഇറ്റ് ഈസ് എ വെരി വൈഡ് സ്പെക്ട്രം, വളരെ വലിയ സ്പെക്ട്രമാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഈ പറയുന്നത് പോലെ ഓഡിയോ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ പറയുന്ന പോലെ എന്താണ് ഈ പറയുന്ന പോലെ അത് മാഗ്നറ്റിക് ടേപ്പിലോ, മാഗ്നറ്റിക് ടേപ്പ് മുതൽ മുകളിലോട്ട്, ഓക്കെ, മാഗ്നറ്റിക് ടേപ്പ് മുതൽ ഇപ്പൊ പറയുന്ന ഫ്ലോപ്പി ഡിസ്കുകൾ, അതല്ല എങ്കിൽ എന്താണ് അതർ സ്റ്റോറേജ് ഡിവൈസ്, അങ്ങനെ എന്താണ് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മീൻസിൽ കളക്ട് ചെയ്യാവുന്ന, റെക്കോർഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്ന, ഓക്കെ, അത്തരത്തിലുള്ള ഇതിൽ എന്താണ് റെക്കോർഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്ന ഏതൊരു വസ്തുവിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് എവിഡൻസ് എന്ന് പറയുക. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഇലക്ട്രോണിക് അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ വീഡിയോ മീൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കിട്ടിയോ? സെക്ഷൻ 2-1 ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ടെലിഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഏതെങ്കിലും ഓക്കെ എനി അതർ ഇലക്ട്രോണിക് ഡിവൈസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ എന്തിൽ പെടുത്തുന്നു? ഇതെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ പരിധിയിൽ പെടുത്തുന്നുണ്ട്. ഓർത്തു വെക്കുക. സെക്ഷൻ 2-1 ഓക്കെ, സെക്ഷൻ 2-1 അത് വരുന്നത്. കിട്ടിയോ? സെക്ഷൻ 2A ഓഡിയോ വീഡിയോ കമ്മ്യൂണിക്കേഷനും സെക്ഷൻ 2 വരുന്നത് സെക്ഷൻ 2A വരുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസും, സെക്ഷൻ 2-1 വരുന്നത് ഓക്കെ, സെക്ഷൻ 2-1 വരുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുമാണ്. ഓക്കെ, സെക്ഷൻ 2-1 വരുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പ്രൊവിഷനുമാണ്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടിയോ? ഇത് രണ്ടും കിട്ടിയോടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തത് പിടിക്കാനുണ്ട്. അടുത്തതിന്റെ താഴെ വരുന്ന ഒരു കാര്യം നമുക്ക് പിടിക്കാനുണ്ട്. യെസ്, ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്? ഹയറാർക്കി ഓഫ് കോഴ്സ്. അപ്പൊ ഇനി നമ്മൾ താഴോട്ട് വരും. ഇതിലെ പല ഡെഫിനേഷൻസും CRPCയിലുള്ള പല ഡെഫിനേഷൻസും ഇനി താഴോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ ഹയറാർക്കി ഓഫ് കോഡ്സ് ക്ലിയർ ആകണം. ഓക്കെ,
യെസ്. അപ്പൊ എന്താണ് CRPC എംപവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്. അപ്പൊ കോർട്ട് മാൻഡേറ്റ് ചെയ്യേണ്ടത്, കോടതിയുടെ ഹയറാർക്കി ഡിഫൈൻ ചെയ്യേണ്ടത്, ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു നോട്ടിഫൈ എനി സിറ്റി ഓർ ടൗൺ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 1 million അല്ലെങ്കിൽ 10 lakh ആസ് എ മെട്രോപൊളിറ്റൻ ഏരിയ. സെക്ഷൻ 8 ഓഫ് CRPC. ഓക്കെ, സച്ച് ഏരിയാസ് ഹാവ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ്. അത് CRPCയിലെ പ്രൊവിഷൻ ആണ്. ഇത് ഞാൻ തുടക്കത്തിലെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുക. CRPCയും BNSസും കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുക. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, BNSS റിമൂവ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മെട്രോപൊളിറ്റൻ ഏരിയ ആൻഡ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അപ്പൊ എന്താണ്, BNSSൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, ഒരു പ്രസ്താവന തരികയാണ്, ദ BNS എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻസ് അബൌട്ട് ദി BNS, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, BNS enhance the population to 25 lakhs. Okay, to declare a region as metropolitan region and a magistrate there as metropolitan magistrate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്, മെട്രോപൊളിറ്റൻ ഏരിയാസ്, ജുഡീഷ്യൽ മെട്രോപൊളിറ്റൻ ഏരിയാസും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്സും, ഈ രണ്ട് കോൺസെപ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 അബ്സല്യൂട്ട് ആയിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇല്ല. യെസ്, പോയിന്റ് മനസ്സിലായോ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, ഇത് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഹയറാർക്കി ഓഫ് കോഡ്സ് ഒന്ന് പറഞ്ഞു നോക്കണം. യെസ്, ഹയറാർക്കി ഓഫ് കോഡ്സ്. യെസ്, നിങ്ങൾക്ക് അറിയുന്ന ഹയറാർക്കി ഒന്ന് പറയൂ. യെസ്, നിങ്ങൾക്ക് അറിയുന്ന കോർട്ട് ഹയറാർക്കി ഒന്ന് പറയാമോ? യെസ്, നിങ്ങൾക്ക് അറിയുന്ന ഹയറാർക്കി ഓഫ് കോർട്ട് ഒന്ന് പറയാമോ? ഏറ്റവും താഴെ വരുന്ന ക്രിമിനൽ കോടതി ഏതാണ്? ഓക്കെ, ക്രിമിനൽ കോടതികളിൽ ഏറ്റവും താഴെ ഇവരുടെ ജൂറിസ്ഡിക്ഷൻ, ഓക്കെ, ഇവരുടെ പെക്യൂണറി ജൂറിസ്ഡിക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പിന്നീടാണ് സംസാരിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ ജസ്റ്റ് ഇവരുടെ പേരുകൾ മാത്രം. ഓക്കെ, ജസ്റ്റ് ഇവരുടെ പേരുകൾ മാത്രമാണ് പറയുക. അപ്പോൾ പറയൂ, ഏറ്റവും താഴെ വരുന്നത് ഏതാണ്? ഏറ്റവും താഴെ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ? കേരളത്തിലെ അല്ല, നമ്മൾ മൊത്തത്തിലാണ് പറയുന്നത്. ഹയറാർക്കി ഓഫ് കോർട്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരുന്നത് ഏതാണ്? യെസ്, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. ഓക്കെ, ഏറ്റവും താഴത്തെ കോർട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾ ഉണ്ടോ? യെസ്, കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾ ഉണ്ടോ? ഇല്ല. യെസ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളില്ല. നമ്മുടെ ഹയറാർക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹയറാർക്കി വരുന്നത് കേരളം വരുമ്പോൾ എന്താണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. ഇവിടെ ഹയറാർക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരാൻ കേട്ടോ, ഇവരുടെ പെക്യൂണറി റൈറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പം കേരളത്തിൽ വരുന്നത് ഏതാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. ക്രിമിനൽ കോടതി ആയതുകൊണ്ടാട്ടോ. സിവിൽ കോടതി വരുമ്പോൾ നമ്മൾ മുൻസിഫ് കോടതി അങ്ങനെ പറഞ്ഞു പോകും. യെസ്, അതിന്റെ മുകളിലേക്ക് വരുന്നതോ, യെസ്, മജിസ്ട്രേറ്റ് കോടതിയുടെ മുകളിൽ. യെസ്, നമുക്ക് പലതും പറയാൻ തോന്നും, അഡീഷണൽ സെഷൻസ് അങ്ങനെയൊക്കെ പറയാൻ തോന്നും. അതൊന്നുമില്ല. അടുത്ത് വരുന്ന സെഷൻസ് കോർട്ടാണ്. ഓക്കെ, സെഷൻസ് കോർട്ടാണ്. ഓക്കെ, ലോ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഹയറാർക്കിയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ വേറെ പല പുസ്തകങ്ങളിലും ഇങ്ങനെ അല്ലാത്ത ഹയറാർക്കി കാണും. സ്റ്റാറ്റ്യൂട്ടറി ഹയറാർക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ വരുന്ന ഏതാണ്, ഈ പറഞ്ഞ സെഷൻസ് കോടതിയാണ്. ഓക്കെ, അതിന്റെ മുകളിൽ വരുന്നത് ഹൈക്കോടതിയാണ്. അതിന്റെ മുകളിൽ സുപ്രീം കോടതിയാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ അഡീഷണൽ സെഷൻസ്, അഡീഷണൽ സെഷൻസ്, അസിസ്റ്റന്റ് സെഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പുസ്തകങ്ങളിലും തെറ്റായിട്ട് കാണാറുണ്ട്. അതൊക്കെ എന്താണ്, അതൊക്കെ ഓക്സിലറി കോർട്സ് ആണ്. ഓക്കെ, അവയൊക്കെ നമ്മൾ വിളിക്കുക ഓക്സിലറി കോർട്സ് എന്നാണ്. എന്താണ് സത്യത്തിൽ എന്താണ്, മജിസ്ട്രേറ്റിന് ജോലി കൂടുമ്പോൾ അല്ലെങ്കിൽ ചെയ്യേണ്ട വ്യക്തിക്ക് എന്താണ് ജോലിഭാരം കൂടുമ്പോൾ അത് സഹായിക്കാനായിട്ട്, ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബർ, ഓക്കെ, എന്താണ് തൊഴിൽ വിഹിതം വെച്ച് കൊടുക്കാനായിട്ടുള്ള, എന്താണ് തൊഴിൽ വീതം വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇത് എന്ന് പറയുന്നത്. അതല്ലാതെ അതൊന്നും എന്ത് ചെയ്യരുത്, അതൊക്കെ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് കരുതി എന്റെ മക്കൾ അതൊന്നും എഴുതി വെക്കരുത്. പോയിന്റ് മനസ്സിലായോ? അതൊന്നും യഥാർത്ഥത്തിലുള്ളത് അല്ല. അപ്പൊ ആ പോയിന്റ് മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. ഓക്കെ, ഇതാണ് അതിന്റെ ഹയറാർക്കി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക.
യെസ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രയും മാത്രമേ ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നുള്ളൂ. യെസ്, അതിന്റെ അവരിനി റൈറ്റ്സ്, പെക്യൂണറി റൈറ്റ്സ്, പർട്ടിക്കുലർ പെക്യൂണറി റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ ഞാൻ ഇനി ഫോളോയിങ് ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. യെസ്, ഓക്കെ, കിട്ടിയോ? യെസ്, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പ്രൊസീഡ് ചെയ്യാണ്. യെസ്, ഇതില് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, നമ്മുടെ CRPC-യിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ CRPC-യിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്തതും, ഓക്കെ, അല്ലെങ്കിൽ CRPC-യിൽ എന്താണ് ഇഫക്റ്റീവ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ CRPC-യിൽ ഇല്ലായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്യും, നമ്മുടെ BNSS-ൽ കൊണ്ടുവന്നു. നമ്മുടെ BNSS-ൽ അത്തരത്തിലുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നു. ആ പ്രൊവിഷൻ ആണ് സെക്ഷൻ 20 ഓഫ് ദി BNSS. ഓക്കെ, സെക്ഷൻ 20 ഓഫ് ദി BNSS. അപ്പൊ ഇതെന്താണ് പറയുന്നത്? ഇറ്റ് comes with the concept of a Directorate of Prosecution. ഓക്കെ, അപ്പൊ എന്താണ് പുതിയൊരു കോൺസെപ്റ്റ് അവിടെ വരികയാണ്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ വളരെ പുതുമയാർന്ന ഒരു കോൺസെപ്റ്റ്. പുതുമയാർന്നെന്ന് പറയാൻ പറ്റില്ല, കാരണം കേരളത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, കേരളത്തിലൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ എന്താണ്, പല സ്റ്റേറ്റുകളിലും അതില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഏതാണത്? ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ. ഓക്കെ, പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് വരികയാണ്. വിച്ച് ഇസ് ദാറ്റ്? വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, ദാറ്റ് ഇസ് ദ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ. ഓക്കെ, പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ്. അപ്പൊ അങ്ങനെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. അവിടെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഹയറാർക്കി ഉണ്ട്. ഏറ്റവും മുകളിൽ DGP. DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അതിന് താഴെ DDGP. ഓക്കെ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. അങ്ങനെ താഴ്ന്നു വന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. ഓക്കെ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. ഇങ്ങനെ എന്താണ് താഴേക്ക് നീണ്ടു വരുന്ന ഒരു ഹയറാർക്കി ഉണ്ട്. അപ്പൊ ആ ഹയറാർക്കി അപ്ഹോൾഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹയറാർക്കി സംരക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? യെസ്, ആ ഹയറാർക്കി അപ്ഹോൾഡ് ചെയ്തുകൊണ്ട്, അതല്ല എങ്കിൽ ആ ഹയറാർക്കി സംരക്ഷിച്ചുകൊണ്ട് ഒരു ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, അവരുടെ ഉദ്ദേശം എന്താണ്? മോണിറ്ററിംഗ് കേസസ് ബൈ സ്ക്രൂട്ടനൈസിംഗ് പോലീസ് റിപ്പോർട്ട്, expediting proceedings and providing opinions on filing appeals whenever applicable. അപ്പൊ എന്താണ് ഈ പറയുന്നത് പോലെ ലീഗൽ മാറ്റേഴ്സ്, ഓക്കെ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ്, ചിലപ്പോൾ ഈ പറയുന്ന പോലെ പോലീസ് റിപ്പോർട്ട് പരിശോധിക്കേണ്ടി വരും, ചിലപ്പോൾ സർക്കാരിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശം കൊടുക്കേണ്ടതായിട്ട് വരും, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അപ്പീൽ പോകേണ്ട കേസുകൾ ഉണ്ടാവും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഈ ലീഗൽ മാറ്റേഴ്സിന്, ഓക്കെ, ലീഗൽ മാറ്റേഴ്സിൽ സർക്കാരിനെ സഹായിക്കുക. ഓക്കെ, ലീഗൽ മാറ്റേഴ്സിൽ സർക്കാരിനെ സഹായിക്കുക, സർക്കാരിന് ആവശ്യമായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഇഫക്റ്റീവ് ഡെലിവറി, കേസുകളൊന്നും അനന്തമായി നീണ്ടുപോകാതെ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന എവിഡൻസ് കളക്ഷൻ ആണെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു നടപടികളാണെങ്കിലും ഇതൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഷാൾ മോണിറ്റർ കേസസ് ഇൻ വിച്ച് ദ ഒഫൻസസ് ആർ പണിഷബിൾ ഫോർ 10 years ഓർ മോർ. അപ്പൊ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, ഓക്കെ, പ്രോസിക്യൂഷൻ ഡയറക്ടറുടെ ജോലി എന്താണ്? അദ്ദേഹം നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഏതാണ്? ഓക്കെ, ഒഫൻസസ് പണിഷബിൾ വിത്ത് 10 years ഓർ മോർ ഇംപ്രിസൺമെന്റ്. ഓക്കെ, 10 വർഷമോ അതിൽ കൂടുതലോ ജയിലിലിട്ട് ഇടിക്കാനുള്ള നടപടി ഉണ്ട് എങ്കിൽ, ഓക്കെ, 10 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ കിടക്കാനുള്ള സ്കോപ്പ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? യെസ്, അത്തരം കേസുകൾ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എന്ത് ചെയ്യും? ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ മോണിറ്റർ ചെയ്യും. ഓക്കെ, 10 വർഷം, അതല്ല എങ്കിൽ എന്താണ് ചിലപ്പോൾ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഡെത്ത്. നേരത്തെ പറഞ്ഞാണ് 10 വർഷത്തിന് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റും ഡെത്തും ഒക്കെ വരുമെന്ന്. ഓക്കെ, യെസ്, അപ്പം പുതിയ നമ്മൾ ഇതിലെ മാറ്റങ്ങളാണ് കേട്ടോ പറയുന്നത്. നമുക്കിനി ഓക്കെ, നമ്മുടെ CRPC വെച്ച് നോക്കുമ്പോൾ BNSS-ൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത്. ഇനി അടുത്തൊന്നാണ് ഇൻ റിലേഷൻ ഓഫ് അറസ്റ്റ്. ഓക്കെ, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ BNSS എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്ന് നോക്കാം. യെസ്, നോക്കൂ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. യെസ്, ഒന്നാമത് എന്താണ്? സെക്ഷൻ 35 ഓഫ് ദ BNSS now consolidate section 41 and 41A of the CRPC, okay, into one section. Okay, in a case of an offense punishable for less than 3 years
and where the person is infant or above 60 years of age, an arrest can be made only if an officer is not below the rank of deputy superintendent of police grants prior permission for such arrest. ഓക്കെ, എന്താണ് നമ്മുടെ BNSSന്റെ സെക്ഷൻ 35 ആണ്. ഓക്കെ, അത് CRPC-യിലായിരുന്നപ്പോൾ അത് എങ്ങനെയായിരുന്നു? 2 സെക്ഷൻ ആയിട്ടായിരുന്നു. 41, 41A എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ആയിട്ടായിരുന്നു അത് കിടന്നിരുന്നത്. അതിപ്പോൾ എന്ത് ചെയ്തു? അതിപ്പോൾ അടിച്ചു ചേർത്ത് ഒറ്റ സെക്ഷൻ ആക്കി. അപ്പൊ ഒറ്റ സെക്ഷൻ ആക്കിയപ്പോൾ എന്താ പറയുന്നത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തി. ഓക്കെ, അതല്ല എങ്കിൽ എന്താണ്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തി, അതല്ല എങ്കിൽ എന്താണ്? ഇൻഫേം ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്ന വ്യക്തി. ഇവർ രണ്ടുപേരും ഒരു ഒഫൻസ് ചെയ്തു. ഓക്കെ, ഇവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്തു? ദേ കമ്മിറ്റഡ് എ പെർട്ടിക്കുലർ ഒഫൻസ്. അവരൊരു പെർട്ടിക്കുലർ ഒഫൻസ് ചെയ്തു. അവരൊരു പർട്ടിക്കുലർ ഒഫൻസ് കമ്മിറ്റ് ചെയ്തപ്പോൾ, പക്ഷെ എന്താണ്? അത്ര സീരിയസ് ഒഫൻസ് ഒന്നുമല്ല. പണിഷബിൾ വിത്ത് എന്താണ്? പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ലെസ് ദാൻ 3 years. എന്താണ്? 3 വർഷത്തിൽ താഴെ ഇംപ്രിസൺമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ്. അവര് ആ കുറ്റം തെളിയിച്ചാൽ അവർക്ക് പരമാവധി കിട്ടാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 years ഇംപ്രിസൺമെന്റ് ആണ്. അത്തരം കേസുകൾ എന്തായിരിക്കണം? അറസ്റ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ദി പ്രയർ പെർമിഷൻ ഓഫ് arrest must be made with the prior permission of the DYSP, Deputy Superintendent of Police. Okay, Deputy Superintendent of Police ന്റെ prior permission ഓട് കൂടി മാത്രമേ ഇത്തരം കേസുകൾ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഇൻ സെക്ഷൻ 35 ഓഫ് BNSS. ഇടയെ കുറിച്ച് വയ്യടെ, ഇമ്പോർട്ടന്റ് ഫാക്ട് ഇടേ, ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. യെസ്, ആസ് റിഗാർഡ് ടു അറസ്റ്റ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ. ഓക്കെ, ഇൻ സെക്ഷൻ 40 ഓഫ് BNSS. ഓക്കെ, സെക്ഷൻ 40 ഓഫ് BNSS എന്താണ്? അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ. അത് നമ്മള് BNSL CRPC-യിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? whenever the officer of the state, whenever the officer of the state is not available. ഓക്കെ, ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് പ്രൈവറ്റ് പേഴ്സൺസിന് ചെയ്യാം. പക്ഷെ എന്താണ്? അത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് സൂൺ ആസ്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ആസ് സൂൺ ആസ് അതവരെ the persons arrested by the private person shall be handed over to the police. ഓക്കെ, അങ്ങനെയാണ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ്. ഈ കുറഞ്ഞ സമയം എത്രയാണെന്ന് പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് അയാളെ അന്യായമായിട്ട് 48 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചു. 48 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചിട്ട് നമ്മൾ പറയണം എന്താണ്? എന്റെ കുറഞ്ഞ സമയം ഇതായിരുന്നു. ഓക്കെ, എന്റെ കുറഞ്ഞ സമയം ഇതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? ഓക്കെ, എന്റെ കുറഞ്ഞ സമയം ഇതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. ശരിയല്ലേ? ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ഇവിടെ കൃത്യമായിട്ട് ഓക്കെ, BNSS വന്നപ്പോൾ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നപ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ്? ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അറസ്റ്റ് ചെയ്ത് അന്യായമായിട്ട് കുറെ സമയം ജയിലിൽ വെക്കാനായിട്ട് സാധിക്കില്ല. പകരം എന്ത് ചെയ്തു? ടൈം ലിമിറ്റ് ഓഫ് 6 hours. എന്താണ്? ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആണ് എങ്കിൽ, ഒരു സ്വകാര്യ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ, സ്വകാര്യ വ്യക്തി വകയായുള്ള അറസ്റ്റ് ആണ് എങ്കിൽ എന്താണ്? അറസ്റ്റ് ചെയ്ത് വിത്തിൻ 6 hours, 6 മണിക്കൂറിനകം എന്ത് ചെയ്യണം? അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിച്ചിരിക്കണം. അല്ലാതെ എന്തില്ല, ഒരു റീസണബിൾ ടൈം എന്നോ ആസ് സൂൺ ആസ് പോസിബിൾ എന്നോ ഒന്നും അവിടെ പറയുന്നില്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? 6 hours എന്ന ഒരു അവിടെ 6 hours എന്ന ഒരു ടൈം ലിമിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അവിടെ 6 hours എന്നുള്ള ഒരു ടൈം ലിമിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, എവറിത്തിങ് പക്കാ സെറ്റ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, മൂവിങ് ഓൺ ടു എന്താണ്? അറസ്റ്റ്, ഹൗ മെയ്ഡ് ആൻഡ് ഹാൻഡ് കഫിംഗ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾ അറിയുമെന്നുള്ള പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. Under section 43 of the BNSS, provided that the police officer may, keeping in view that the nature and gravity of the offence, use handcuff while making the arrest of the person. Section 43 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. Okay, or while producing such a person before the court, who is a habitual or a repeated offender, or who has escaped from the custody, or who has committed the offence of organized crime, terrorist act, drug related crime, or illegal possession of arms and ammunition, murder, rape, acid attack, counterfeiting of coins and currency notes, human trafficking, sexual offences against children, or offences against the state. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, there was, അതായത് നമുക്കറിയാം എന്താണ്, there was the practice of handcuffing. ഓക്കെ, ഒരാളെ ഹാൻഡ് കഫ് ചെയ്യുക, ഒരാളെ കൈവിലങ്ങ് വെക്കുക എന്നുള്ളത് was used as a, അല്ലെ, used as a tool of humiliation. ഓക്കെ, അങ്ങനെ ഒരു ഇതില്ലേ, എന്താണ്, ഒരു വ്യക്തിയെ ഹാൻഡ് കഫ് ചെയ്യുക എന്നുള്ളത് എന്താണ്, അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ പല കേസുകളിലും, ഓക്കെ, പല കേസുകളിലും എന്ത് ചെയ്തു, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാൻഡ് കഫിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറെ റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഓക്കെ, ഓക്കെ, അതായത് എന്താണ്, ഹാൻഡ് കഫ് ഇന്ന കാര്യങ്ങളിൽ ഇന്ന കേസുകളിൽ ഹാൻഡ് കഫ് ചെയ്യാൻ പാടില്ല. സുപ്രീം കോടതി ഒരുപാട് ഗൈഡ് ലൈൻസ് ഹാൻഡ് കഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓണറബിൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കേസുകളിൽ. അപ്പൊ അതിൽ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 കേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ റിലേറ്റിംഗ് ടു പിൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട കേസാണ്. മറ്റൊന്നെന്താണ്, പ്രേം ശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ഇതിലൊക്കെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിലീസ്ഡ്, അല്ലെങ്കിൽ എന്താണ്, ഹെൽഡ് സർട്ടൈൻ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ്, എന്താണ്, റിഗാർഡിംഗ് ദി, ഹെൽഡ് സർട്ടൈൻ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദി പ്രാക്ടീസ് ഓഫ് ഹാൻഡ് കഫിംഗ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഓക്കെ, ഒഫൻഡർ എന്താണ്, ഒഫൻഡർ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഒഫൻഡർ കസ്റ്റഡിയിൽ വെച്ച് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡ് കഫ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെക്ഷൻ 43 പറയുന്നത് അങ്ങനെയല്ല. എന്നാണ് ഈ പറയുന്നത്, ഹാബിച്വൽ ഒഫൻഡേഴ്സ്, സെക്ഷൽ ഒഫൻഡേഴ്സ്, ആസിഡ് അറ്റാക്ക് ചെയ്തവര്, മർഡർ ചെയ്തവര്, കള്ളനോട്ട് അടിച്ചവര്, കള്ളനാണയം പ്രിന്റ് ചെയ്തവര്, ഇവർക്കൊക്കെ എതിരെ എന്ത് വേണം, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഹാൻഡ് കഫ് ചെയ്യാം. ഓക്കെ, ഹാൻഡ് കഫ് ചെയ്യാം. യെസ്, അതാണ് മറ്റൊരു പോയിന്റ്. യെസ്, കിട്ടിയോ? Section 43 of BNSS dealing with the manner of arrest to made provides that the police with the discretionary powers of handcuff of accused person for serious offences. അപ്പൊ എന്താണ്, പോലീസിന് എന്താണ് കുറച്ചുകൂടെ ഒരു ഡിസ്ക്രിഷണറി പവർ കിട്ടുകയാണ്. പോലീസിന് കുറച്ചുകൂടെ വിവേചന അധികാരം കിട്ടുകയാണ്. എന്താണ്, പോലീസിനല്ലേ അറിയുള്ളൂ ഈ വ്യക്തി ചാടി പോകുന്നതാണോ, ഈ വ്യക്തി ഹാബിച്വൽ ഒഫൻഡർ ആണോ, ആ കാര്യങ്ങളൊക്കെ പോലീസിനല്ലേ അറിയുള്ളൂ. അപ്പൊ പോലീസ് എന്ത് ചെയ്യാണ്, ഈ പറയുന്നത് പോലെ പോലീസ് is getting some discretionary powers regarding handcuffing. Okay, that is in section 43 of the BNSS. Okay, BNSS ന്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 43-ലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Now coming to 43 section 1. Okay, 43-ന്റെ വകുപ്പ് 1. Okay, 43 section 1. Okay, 43 section 1-ൽ എന്താണ് പറയുന്നത്? That is regarding the arrest of a woman. Okay, regarding arrest of woman. ഓക്കെ, യെസ്, സ്ത്രീകളുടെ അറസ്റ്റ് എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. യെസ്, സ്ത്രീകളുടെ അറസ്റ്റ് എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറസ്റ്റഡ് ബൈ വുമൺ. അറസ്റ്റഡ് വുമൺ ഒഫൻഡർ ഷാൽ only be arrested by a female officer. Arrested only by a female officer. എന്താണ്, ഒരു ഫീമെയിൽ ഓഫീസർ മാത്രമേ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? യെസ്, ഷാൽ നോട്ട് ബി അറസ്റ്റഡ്. യെസ്, ഷാൽ നോട്ട് ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ് ഓർ ബിഫോർ സൺറൈസ്. ഓക്കെ, ഷാൽ നോട്ട് ബി അറസ്റ്റഡ് എന്താണ്? ഷാൽ നോട്ട് ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ്. സൂര്യാസ്തമയത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല,
ഒരു വനിതയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയ സിറ്റുവേഷൻസിലാണ് അത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് പോവുക. ഇഫ് സച്ച് ആൻ അറസ്റ്റ് ഇസ് മെയ്ഡ്, ദി വുമൺ ഷാൽ നോട്ട് ബി മെയ്ഡ് to stay. The woman shall not be made to stay in the police station. അവരെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കാനായിട്ട് പാടില്ല. സ്ത്രീയെ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കാനായിട്ട് പാടില്ല. എത്ര ലേറ്റ് ആയിട്ടുണ്ട് എങ്കിലും എന്തായിരിക്കണം? എത്ര ലേറ്റ് ആയാലും മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഷാൽ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ മജിസ്ട്രേറ്റ്. അപ്പൊ ഇങ്ങനെ എന്താണ് സെക്ഷൻ 43(1). ഇത് സാധാരണഗതിയിൽ സാധാരണ PSCക്കും ചോദിക്കാറുള്ള നമ്മുടെ ലീഗൽ അസിസ്റ്റന്റ് മാത്രമല്ല, അതല്ലാത്ത PSCക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് 43(1). ഡീൽസ് വിത്ത് എന്താണ്? ഡീൽസ് വിത്ത് സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി അറസ്റ്റ് ഓഫ് deals with the special provisions relating to the arrest of women. അത് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. 43. Yes, now comes a medical examination. ഇത് നമ്മൾ മാറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അത് മാറാനായിട്ട് പറയുകയാണ്. ഹൗ BNSS ഈസ് ഡിഫറെന്റ് ഫ്രം CRPC. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇനി BNSSലെ ചില പ്രൊവിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ CRPCയിലെ പ്രൊവിഷൻ എന്താണ്? CRPCയിലെ പ്രൊവിഷൻ പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ദി അക്യൂസ്ഡ് ഇൻ സ്പെസിഫിക് കേസസ് ഇൻക്ലൂഡിംഗ് റേപ്പ്. റേപ്പ് ഉൾപ്പെടെയുള്ള സർട്ടൻ കേസസിൽ എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അപ്പോൺ ദ റിക്വസ്റ്റ് ഓഫ് എ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പൊ എന്താണ്? അപ്പം ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ CRPC പറയുന്നത് എന്താണ്? അത്തരത്തിലൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ അവിടെ ആര് റിക്വസ്റ്റ് ചെയ്യണം? അത്തരത്തിലൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ അവിടെ ആര് റിക്വസ്റ്റ് ചെയ്യണം? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റിക്വസ്റ്റ് ചെയ്യണം. ആരാണ്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റിക്വസ്റ്റ് ചെയ്യണം. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അത് മാറുകയാണ്. ഇവിടെ താഴേക്ക് വരുമ്പോൾ എന്താണ്? BNSSലേക്ക് വരുമ്പോൾ സെക്ഷൻ 51-ൽ പറയുന്നത് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ സബ് ഇൻസ്പെക്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. നക്ഷത്രത്തിന്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒന്നുമില്ല. എന്താണ്? എനി പോലീസ് ഓഫീസർ. അതോറിറ്റി ഓഫ് എനി പോലീസ് ഓഫീസർ ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിലുള്ള ഒരു CPO സിവിൽ പോലീസ് ഓഫീസർ മുതൽ മുകളിലോട്ട് എന്ത് ചെയ്യാം? മുകളിലോട്ട് ആർക്കും ഇത് റിക്വസ്റ്റ് ചെയ്യാം. Now any police officer can request for medical examination of the accused. ഇനി ഏതൊരു പോലീസ് ഓഫീസർക്കും എന്ത് ചെയ്യാം? അക്യൂസ്ഡിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യാം. ഏതൊരു പോലീസ് ഓഫീസർക്കും അക്യൂസ്ഡിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യാം. പോയിന്റ് കിട്ടിയോ? അത് മാറ്റമാണോ? സെക്ഷൻ 51 പോയിന്റ് കിട്ടിയോടെ സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് വരുന്നത് നമ്മുടെ CRPCയിൽ ഉള്ളത് തന്നെയാണ്. എന്താണ്? നമ്മൾ ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ CRPCയിൽ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അതിൽ ചില കാതലായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ചില കാതലായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കാതലായ മാറ്റങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് എ പ്രൊക്ലൈംഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ. Section 86 of Bharatiya Nagarik Suraksha Sanhita provides that the court may, on the written request from a police officer not below the rank of the superintendent of police or commissioner of police, initiate the process of requesting assistance from a court or an authority in the contracting state for identification and attachment and forfeiture of property belonging to a proclaimed offender അല്ലെങ്കിൽ proclaimed person. അപ്പൊ എന്താ പറയുന്നത്? സെക്ഷൻ 86-ൽ പറയുന്നുണ്ട് എന്താണ്? ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ടുള്ള വ്യക്തി, ഒരു പ്രൊക്ലൈംഡ് ആയിട്ടുള്ള എന്താണ് ഒഫൻഡർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥിരം കുറ്റവാളി ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്യാം. there are enough provisions. നമ്മുടെ പീനൽ ലോസിൽ, ഇന്ത്യൻ പീനൽ കോഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ പീനൽ ലോസിൽ എന്തുണ്ട്? there are enough provisions. ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട് ഡീലിംഗ് വിത്ത് എന്താണ്? അവരുടെ സ്വത്തുകൾ ഫോർഫീച്ചർ ചെയ്യാൻ സ്റ്റേറ്റിന് അധികാരം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വത്തുക്കൾ ഫോർഫീച്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ
ഓക്കെ, അത് എങ്ങനെ പിടിച്ചെടുക്കാം? ഓക്കെ, സ്വത്തുക്കൾ ഫോർഫീച്ചർ ചെയ്യും അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെ പിടിച്ചെടുക്കാം? ഓടിപ്പോയിട്ട് പിടിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിന് കോർട്ടിന്റെ അസിസ്റ്റൻസ് സീക്ക് ചെയ്തിരിക്കണം. അസിസ്റ്റൻസ് ഹാസ് ടു ബി സീക്ക്ഡ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, കോടതിയുടെ അസിസ്റ്റൻസ് സീക്ക് ചെയ്തിരിക്കണം. അത് വലിയ കുഴപ്പമില്ലല്ലോ, കോടതിയുടെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യാലോ. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? ഈ കോടതിയുടെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യുമ്പോൾ ഏത് റാങ്കിലുള്ള ഓഫീസറാണ് ഈ കോടതിയുടെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനി പോലീസ് ഓഫീസർക്ക് പറ്റുമോ? എനി പോലീസ് ഓഫീസർക്ക് കോടതിയുടെ അസിസ്റ്റൻസ് സീക്ക് ചെയ്യാൻ, കോടതിയിൽ പോയിട്ട് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടിക്ക് അസിസ്റ്റൻസ് സീക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ബൈ ആൻ ഓഫീസർ. ആ അസിസ്റ്റൻസ്, കോടതിയുടെ അസിസ്റ്റൻസ് ചോദിക്കേണ്ടത് ആരാണ്? ബൈ ആൻ ഓഫീസർ നോട്ട് ലെസ് ദാൻ ദി റാങ്ക് ഓഫ് SP. ഓക്കെ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ റാങ്കിൽ കുറവുള്ള അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ റാങ്കിൽ താഴെയുള്ള ഒരു വ്യക്തി വന്നിട്ട് എന്ത് ചെയ്യരുത്? കോടതിയോട് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ചോദിക്കരുത്. മനസ്സിലായോ? ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡറിന്റെ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആര് ചോദിക്കരുത്? SP റാങ്കിൽ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കരുത്. പക്ഷെ മെഡിക്കൽ പരിശോധനയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? മെഡിക്കൽ പരിശോധന ഏത് പോലീസ് ഓഫീസർക്കും ചോദിക്കാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കുക. എന്താണ്? ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദിസ് പ്രൊവിഷൻ. എന്താണ് ഈ പ്രൊവിഷന്റെ പിന്നിലുള്ള ചേതോ വികാരം അല്ലെങ്കിൽ ഇന്റൻഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദിസ് പ്രൊവിഷൻ സീംസ് ടു ബി ഐദർ ടു സെക്യൂർ ദ പ്രസൻസ് ഓഫ് ഫ്യൂജിറ്റീവ്സ്. ഓക്കെ, എന്താണ് ഈ പറയുന്ന പോലെ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളുടെ പൊസിഷൻ, ഓക്കെ, അവരുടെ പ്രസൻസ് എന്ത് ചെയ്യാണ്? ഓക്കെ, അവര് ഒരു കുറ്റം ചെയ്തിട്ട് നാട് വിട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്താണ്? അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ് എന്നറിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവർ ചിലപ്പോൾ വരാൻ, ഓക്കെ, നാട്ടിലേക്ക് വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ടു ബി ഐദർ ടു സെക്യൂർ ദ പ്രസൻസ് ഓഫ് ദി ഫ്യൂജിറ്റീവ്സ് or to confiscate the properties of the fugitives who are evading summons, investigation, trial and have properties outside the country. അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ? എന്താണ്? ഓക്കെ, രാജ്യത്തിന് പുറത്ത് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാകേന്ദ്രങ്ങൾ ഉണ്ട് എന്ന ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബലത്തിന്റെ പുറത്ത് എന്താണ് ഈ പറയുന്നത് പോലെ സമൻസ് കൈപ്പറ്റാതെ അല്ലെങ്കിൽ വാറന്റ് കൈപ്പറ്റാതെ, ഓക്കെ, സമൻസ് കൈപ്പറ്റാതെ വാറന്റ് കൈപ്പറ്റാതെ എന്താണ് സ്വത്തുക്കൾ ഈ പറയുന്ന പോലെ എന്താണ് നിയമത്തെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന, ഓക്കെ, നിയമത്തെ കൂസാതെ നടക്കുന്നവർക്ക് എന്താണ് അവരെ ഡിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഒഫൻസ് ചെയ്തു. ഓക്കെ, എനിക്ക് സ്വാഭാവികമായിട്ടും എന്താണ്, എനിക്ക് വിദേശത്ത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറൽ ജനറലൈസേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇവിടെയും ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള ഒരാൾക്ക് മാത്രമല്ല വിദേശത്ത് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ പ്രോപ്പർട്ടി ഇവിടെ ഞാനൊരു ഒഫൻസ് ചെയ്തിട്ട് വേഗം രാജ്യം വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഇവേഡ് ദി കോർട്ട് പ്രൊസീഡിങ്സ്. ഓക്കെ, കോടതിയിലെ പ്രൊസീഡിങ്സ് എല്ലാം ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഞാൻ മിനിറ്റ് വെച്ച് രാജ്യം വിടുകയാണ്. അങ്ങനെ ഞാൻ മിനിറ്റ് വെച്ച് രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഐ മോക്കിംഗ് ദ എൻറ്റയർ സിസ്റ്റം. ഓക്കെ, ഞാൻ ഈ എൻറ്റയർ സിസ്റ്റത്തെ മോക്ക് ചെയ്യല്ലേ, കളിയാക്കുകയല്ലേ. So the judicial system of the country doesn't want that to happen. Okay, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്താ ആഗ്രഹിക്കുന്നില്ല, അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹെൻസ് ദ ജുഡീഷ്യൽ സിസ്റ്റം എന്ത് ചെയ്തു? ഈ പറയുന്ന ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, പ്രൊക്ലൈംഡ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്താണ്? there is sufficient provision for the forfeiture of property who are trying to evade the പ്രൊസീജിയേഴ്സ് ഓഫ് ലോ. ഓക്കെ, നിയമത്തിന്റെ ലോയുടെ പ്രൊസീജിയേഴ്സിനെ ഇവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് അതൊരു ഒരു ഡിറ്ററന്റ് ഫാക്ടർ ആയിട്ട് നിൽക്കുന്നു. നോക്കൂ, ആസ് പെർ സെക്ഷൻ 82(4), ഓക്കെ, സെക്ഷൻ 82ന്റെ 4 പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആസ് പെർ 2005 അമെൻമെന്റ് someone can be declared as a proclaimed offender. ഓക്കെ, അതായത് ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ, KD, ഓക്കെ, നോൺ ഡിപ്രിവിയേറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്ന KD അല്ലെങ്കിൽ പ്രൊക്ലൈംഡ് ഒഫൻഡർ ഫോർ ഓൺലി 19 സ്പെസിഫൈഡ് ഒഫൻസസ് അണ്ടർ IPC. ഓക്കെ, അപ്പൊ നമ്മൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം എന്താണ്
IPC പ്രകാരം താഴെ പറഞ്ഞിരിക്കുന്ന 302 മർഡർ, 304, 364, 367, 82, 92, 93, 94, 395, 396, 97, സോറി, യെസ്, 399, 400, 402, 436, 449, 459, 460 തുടങ്ങിയിട്ടുള്ള 19 കേസസിൽ, ഓക്കെ, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള 19 ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരാളെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ this led to a situation someone repeatedly evading legal process of summons and warrant for any other offense under the general penal code. ഓക്കെ, എന്താണ് ഈ 19 എണ്ണം അല്ലാതെ, ഓക്കെ, 19 എണ്ണം അല്ലാതെ എന്താണ് വേറെ ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, ഇവര് പ്രൊക്ലൈംഡ് ഒഫൻഡർ ആകാതെ ലോയെ പറ്റിച്ചുകൊണ്ട്, ലോയെ ഇവേഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും. ഓക്കെ, എനി അതർ ലോ കുഡ് ഡിക്ലെയർഡ്. അപ്പൊ എന്താണ്, അപ്പൊ മറ്റെന്താണ്, നമുക്ക് IPC പ്രകാരം അല്ലെങ്കിൽ മറ്റൊരു നിയമപ്രകാരം എന്താണ് ഇവരെ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ ഇപ്പൊ തൽക്കാലം പ്രൊവിഷൻ ഇല്ല, അല്ലെങ്കിൽ തൽക്കാലം അതിന് നമുക്കൊരു സ്ഥിതിയില്ല. പക്ഷെ എന്ത് ചെയ്തു, ബൈ റിമൂവിംഗ് ദ ആർബിറ്ററി ലിസ്റ്റ് ഓഫ് സെക്ഷൻസ്. നമ്മുടെ നിയമം വന്നപ്പോ എന്ത് ചെയ്തു, ഈ പറയുന്ന എന്താണ് ആർബിറ്ററി ലിസ്റ്റ് ഓഫ് സെക്ഷൻസ്, അത് മുഴുവൻ ഒഴിവാക്കി. എനി അക്യൂസ്ഡ് ഫോർ ആൻ ഒഫൻസ് വിത്ത് മോർ ദാൻ 10 years ഓഫ് ഇംപ്രിസൺമെന്റ്. അപ്പൊ എന്താണ് ഈ പറയുന്ന 19 എണ്ണമൊന്നും അല്ല, എന്താണ് 10 yearsൽ കൂടുതൽ, ഓക്കെ, 10 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ആ തടവ് കിട്ടേണ്ട ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ എന്ത് ചെയ്യാം, ഇഫ് ഹി ഈസ് ഇവേഡിങ്, ഓക്കെ, ഇഫ് ഹി ഈസ് ഇവേഡിങ് ദി ലീഗൽ പ്രൊസീജിയർ, ഓക്കെ, ലീഗൽ പ്രൊസീജിയർ, അദ്ദേഹം എന്താണ്, അദ്ദേഹം ഈ ലീഗൽ പ്രൊസീജിയറിനെ ഇവേഡ് ചെയ്യുന്നുവെങ്കിൽ, ഓക്കെ, അദ്ദേഹം ലീഗൽ പ്രൊസീജിയറിനെ ഇവേഡ് ചെയ്യുന്നുവെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു സംശയം വേണ്ട, അദ്ദേഹത്തെ ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ആക്കാം. ഓക്കെ, പക്ഷെ CRPCയിൽ നമുക്ക് അതിന് സ്കോപ്പ് ഇല്ലായിരുന്നു. ഓക്കെ, CRPCയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, CRPCയിൽ കൃത്യമായിട്ട് 19 ഒഫൻസസ് വേർ ലിസ്റ്റഡ്. ഓക്കെ, ആ 19 ഒഫൻസസ് മാത്രമേ അവിടെ ഡിക്ലെയർ ചെയ്തിരുന്നുള്ളൂ. ആ 19 ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരാളെ മാത്രമേ അദ്ദേഹം ഇവേഡ് ചെയ്താൽ മാത്രമേ, ഈ പറയുന്ന ലീഗൽ സിസ്റ്റത്തെ ഇവേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു, BNSSലേക്ക് വന്നപ്പോൾ ഇറ്റ് വാസ് മെയ്ഡ് സംവാട്ട് ക്ലിയർ, അത് കുറച്ചുകൂടെ എന്ത് ചെയ്തു, അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി. യെസ്, പോയിന്റ് കിട്ടിയോ? ശരി, ആ പോയിന്റ് കിട്ടിയോടെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. യെസ്, ഓക്കെ, സിഗ്നിഫിക്കന്റ് ഡിഫോൾട്ട്സ് ആർ ബീങ് കമ്മിറ്റഡ് ബൈ മെനി ലോൺ ഡിഫോൾട്ടേഴ്സ് ഹു എസ്കേപ്പ് ജസ്റ്റിസ് ബൈ ഫ്ലീയിങ് അബ്രോഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ, എന്താണ് ലോൺ ഡിഫോൾട്ട് ഒന്നും ഉണ്ടാകാതിരിക്കാൻ, ഓക്കെ, ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ ചീറ്റിംഗ്, ഫോർജറി, ഇതെല്ലാം കൂടെ വരുമ്പോ എന്താണ് 10 years ഓഫ് ഇംപ്രിസൺമെന്റിന്റെ മുകളിൽ പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ 10 years ഓഫ് ഇംപ്രിസൺമെന്റിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുകളിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവരെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആക്കാം. ഓക്കെ, അവരെ പ്രൊക്ലൈംഡ് ഒഫൻഡർ ആക്കാം. യെസ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പക്ക കിട്ടിയ സംശയമൊന്നുമില്ലല്ലോ. നൗ മൂവിങ് ഓൺ ടു അടുത്ത എന്താണ്, സെക്ഷൻ 356. Section 356 has been added to the BNSS, which provides for a detailed procedure for conducting trial and inquiry in the absence of a person declared as proclaimed offender. അപ്പൊ എന്താണ്, ഇൻ സർട്ടൈൻ കേസസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഇൻ സർട്ടൈൻ കേസസ് എന്താണ്, പ്രൊക്ലൈംഡ് ഒഫൻഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഹി വിൽ ബി ഇൻ സം അതർ കൺട്രി, ഓക്കെ, അല്ലെങ്കിൽ ഹി വിൽ ബി അബ്സ്കോണ്ടിങ്, ഓക്കെ, അൺഡിസ്കവറബിളി അബ്സ്കോണ്ടിങ്, ഓക്കെ, ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, നാട് വിട്ടു പോയിരിക്കുന്നു. ഓക്കെ, ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ നാട് വിട്ടു പോയിരിക്കുന്നു, അബ്സ്കോണ്ടിങ് ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ്, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 356, okay, according to section 356 of BNSS, BNSSന്റെ സെക്ഷൻ 386 പ്രകാരം എന്താണ്, ഇനിയിപ്പോ എന്താണ്, ഒരു പ്രൊക്ലൈംഡ് ഒഫൻഡർ ഉണ്ട്. ഓക്കെ, സപ്പോസ് ദർ ഇസ് എ പ്രൊക്ലൈംഡ് ഒഫൻഡർ ബട്ട് ഹി ഹാസ് നോട്ട് ബീൻ അറസ്റ്റഡ്. അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഓർ ഹി ഹാസ് നോട്ട് ബീൻ ബ്രോട്ട് ടു ദി ലീഗൽ പ്രൊസീഡിങ്സ്, അദ്ദേഹത്തെ ഈ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് ഒന്നും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക്
ഉൾപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, ഓക്കെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ലീഗൽ പ്രൊസീഡിങ്സിൽ ഉൾപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് സെക്ഷൻ 356 പറയുന്നു. എന്ത് ചെയ്യണമെന്ന് സെക്ഷൻ 356 പറയുന്നു. യെസ് പോയിന്റ് കിട്ടിയോ? യെസ് പോയിന്റ് കിട്ടിയോടെ? യെസ് എന്തെങ്കിലും സംശയമുണ്ടോ? യെസ് എന്തെങ്കിലും സംശയമുണ്ടോ? യെസ് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലല്ലോ. പക്കാ സെറ്റ്. യെസ് ഓക്കെ. നൗ എന്താണ്? നൗ അടുത്തൊരു സെക്ഷൻ വരുന്നത് എന്താണ്? അഡീഷണൽ പവർ ഫോർ ദി അറ്റാച്ച്മെന്റ് ആൻഡ് ഫോർഫീച്ചർ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ്? സെക്ഷൻ 107 ഓഫ് ദി BNSS gives magistrate the power to attach the property as processed of crime. എന്താണ്? ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് പർട്ടിക്കുലർലി എന്താണ്? റിസീവ്ഡ് ആസ് a reward in crime അല്ലെങ്കിൽ ഒബ്റ്റെയിൻഡ് യൂസിങ് ദ റിവാർഡ്സ് ഇൻ ക്രൈം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ക്രൈം ചെയ്യുന്നു. അങ്ങനെ പർട്ടിക്കുലർ ക്രൈം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ തരുന്നു. ആ ഒരുപാട് പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ കിട്ടിയ ഒരുപാട് പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വീട് വാങ്ങും. ഓക്കെ, അപ്പൊ ആ വീട് എന്താണ്? ആ വീട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിവാർഡ് ഓഫ് ക്രൈം, അല്ലെങ്കിൽ എന്താണ്? ഒബ്റ്റെയിൻഡ്. ആ വീട് നമുക്ക് എങ്ങനെ കിട്ടി? ത്രൂ ആസ് എ റിവാർഡ് ഓഫ് ക്രൈം. ഓക്കെ, ആ ഒരു ക്രൈമിന്റെ റിവാർഡ് എന്ന നിലയിലാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ്? അത്തരം സാഹചര്യങ്ങളിൽ സെക്ഷൻ 107മായി ബന്ധപ്പെട്ട് എന്തുണ്ട്? സെക്ഷൻ 107 പറയുന്നു മാജിസ്ട്രേറ്റിന്, ഓക്കെ, ആർക്ക് അധികാരമുണ്ട്? ദ മാജിസ്ട്രേറ്റ് ഹാസ് ദി റൈറ്റ്. ഓക്കെ, മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ട്. ഓർത്ത് വെക്കുക. ഓക്കെ, ദി മജിസ്ട്രേറ്റ് അപ്പോൺ ആൻ അപ്ലിക്കേഷൻ ഓഫ് ആൻ interim order giving reason to believe that the property is derived from a criminal activity pass the following order. Okay, അപ്പോൾ ഒരു മജിസ്ട്രേറ്റിന് എന്താണ്? മജിസ്ട്രേറ്റ് അണ്ടർസ്റ്റാൻഡ്സ്. ഓക്കെ, മജിസ്ട്രേറ്റിന് ഒരു ഇന്ററിം ഓർഡർ വഴി അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് എന്താണ്? ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദിസ് ഇസ് സം വേ ദ അതർ അസോസിയേറ്റഡ് വിത്ത് എ ക്രൈം. ഓക്കെ, ഇത് വൺ വേ ദ അതർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ക്രൈം. അതൊരു ക്രൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ എന്താണ്? അതില് ഫോളോയിങ് ഓർഡേഴ്സ് അദ്ദേഹത്തിന് പാസ് ചെയ്യാം. ഒന്നെന്താണ്? ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഫൗണ്ട് ടു ബി പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആഫ്റ്റർ ഹിയറിംഗ് ഓൾ പാർട്ടീസ് കൺസേൺഡ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ പാർട്ടികളെയും, അപ്പുറം ഇപ്പുറമുള്ള എല്ലാ പാർട്ടികളെയും കേട്ടുകൊണ്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഒരു ഓർഡർ പാസ് ചെയ്യാം. ദ ഓർഡർ ഡിമാൻഡിങ് ദി ഓർഡർ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? ദ ഓർഡർ ഈസ് ഡിമാൻഡിങ് ദ ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, പാസ് ആൻ എക്സ് പാർട്ടി. ഓക്കെ, എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ വൺ പേഴ്സൺ. എക്സ് പാർട്ടി ഇന്ററിം ഓർഡർ അറ്റാച്ചിങ് പ്രോപ്പർട്ടി. ഓക്കെ, ഒരു പാർട്ടിയെ മാത്രം കേട്ടുകൊണ്ട് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്ന ഒരു ഓർഡർ പാസ്സാക്കാം. ഇഫ് ദി മജിസ്ട്രേറ്റ് ഈസ് ഓഫ് ദാറ്റ് ഒപ്പീനിയൻ ദാറ്റ് ഇഷ്യൂയിങ് നോട്ടീസ് ടു ദ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ഫോർ അറ്റാച്ച്മെന്റ് വിൽ ഡിഫീറ്റ് ദ ഒബ്ജക്ട് ഓഫ് അറ്റാച്ച്മെന്റ് ആൻഡ് സീഷർ. എന്താണ്? ഇയാൾക്ക് നോട്ടീസ് ഒക്കെ കൊടുത്ത് മുഹൂർത്തവും കാലവും ഒക്കെ അറിയിച്ച് അറ്റാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്? അത് ഈ അറ്റാച്ച്മെന്റിന്റെ പർപ്പസിനെ തന്നെ ഇയാളപ്പം എന്താണ്? നോട്ടീസ് കിട്ടുന്നതിന് അല്ലെങ്കിൽ നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്യാണ്? ആ പ്രോപ്പർട്ടി എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്താണ്? പിന്നെ അറ്റാച്ച് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളിലേക്ക് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, സർട്ടൻ സർക്കംസ്റ്റാൻസസിൽ മാജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിന് നേരിട്ട് തന്നെ അത് അറ്റാച്ച് ചെയ്യാം. Upon determination of the property in question falls under the proceed of crime, the magistrate will direct the district magistrate to rateably distribute the property among those who are affected by such a crime. ഓക്കെ, ഇപ്പൊ എന്താണ്? ഒരു പെർട്ടിക്കുലർ ക്രൈമിന്റെ പ്രൊസീഡ്സ് ആണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ക്രൈമിന്റെ പ്രൊസീഡ്സ് ആയിട്ട് നിൽക്കുന്നതാണ് എങ്കിൽ എന്താണ്? അത് മറ്റുള്ളവർ അതിന് ആ ക്രൈം കമ്മിറ്റ് ചെയ്തപ്പോൾ ആ ക്രൈം കമ്മീഷൻ ഓഫ് ദി ക്രൈം റിസൾട്ടഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് സെവറൽ അഗ്രീവ്ഡ് പാർട്ടീസ്. ആ വ്യക്തി ആ ക്രൈം ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്താണ്? ഒരുപാട് അഗ്രീവ്ഡ് പാർട്ടീസ് ഉണ്ടായി. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ കണക്കാക്കി ആ വാല്യൂ എന്ത് ചെയ്യണം? ആ വാല്യൂ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി അഫക്റ്റഡ് പാർട്ടീസ്. അത് ആര് ഡയറക്റ്റ് ചെയ്യും? മജിസ്ട്രേറ്റ് ഡയറക്റ്റ് ചെയ്യും. മജിസ്ട്രേറ്റ് ഡയറക്റ്റ് ചെയ്യും. ആരോടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ടു ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഓക്കെ, ആരോടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് വിൽ ഡയറക്റ്റ് ദ സെയിം ടു ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. യെസ്, പോയിന്റ് കിട്ടിയോ? പോയിന്റ് കിട്ടിയോടെ? പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. പക്കാ സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പിടിക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പിടിക്കാം.
യെസ്, അടുത്തത് നോക്കൂ. നോട്ടബിളി, ആസ് പെർ ദ എക്സ്പ്ലനേഷൻ ടു ദിസ് സെക്ഷൻ, the word proceeds of crime is defined in section 111, okay, 111 of the BNSS is akin to the definition of the term of Prevention of Money Laundering Act 2002. എന്താണ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ ചില പ്രൊവിഷൻസുമായിട്ട് എന്തുണ്ട്, ഓക്കെ, പ്രൊവിഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ പ്രൊവിഷൻസ് കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 111 പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, the exercise of powers granted under BNSS is not restricted to schedule of offences but may cover all offences under IPC. ഓക്കെ, ഈ പറയുന്ന പോലെ ഒരു സ്കെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്കെഡ്യൂള് കൊടുത്തിട്ട് ഈ സ്കെഡ്യൂളുള്ള ഒഫൻസസിന് മാത്രമേ ഈ പറയുന്ന പോലെ എന്താണ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ചെയ്യാവുള്ളൂ എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ് IPC-യിൽ പറയുന്ന എല്ലാ ഒഫൻസസിനും എന്താണ്, സോറി, ഫോർഫീച്ചർ അല്ല, പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഫോർഫീച്ചർ, പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഫോർഫീച്ചർ, ഓക്കെ, ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് എന്താണ്, ബട്ട് മേ കവർ ഓൾ ഒഫൻസസ്. ഓക്കെ, എല്ലാ ഒഫൻസസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. യെസ്, എല്ലാ ഒഫൻസസും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, എടേ പോയിന്റ് കിട്ടിയോടെ? യെസ്, എടേ പോയിന്റ് കിട്ടിയോ? യെസ്, പക്കാ സെറ്റ് അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. യെസ്, അടുത്തത് എന്താണ്? Yes, the power include not just tracing the property but attaching any equivalent of the property. അപ്പൊ എന്താണ്, ജസ്റ്റ് എന്താണ് പ്രോപ്പർട്ടിയെ ട്രേസ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് എന്താണ് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ളത് അറ്റാച്ച് ചെയ്യുന്നതിലും എന്താണ് പാർട്ടാണ്. ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദിസ് പ്രൊവിഷൻ, ഈ പ്രൊവിഷന്റെ പിന്നിലുള്ള ഇന്റൻഷൻ എന്താണ്, സെക്യൂർ ദ പ്രസൻസ് ഓഫ് ഫ്യൂജിറ്റീവ്സ്, നേരത്തെ പറഞ്ഞ അതേ പ്രൊവിഷൻ തന്നെ. ഓക്കെ, യെസ്, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. യെസ്, now moving on to എന്താണ്, seizure of immovable property. Okay, the BNSS broadens the scope of CRPC's police power in property seizure. Okay, അപ്പോൾ എന്താണ്, compared to CRPC, the power of the police is widened. While the CRPC initially allowed the seizure of movable properties suspected to be stolen and found under suspicious circumstances, the BNSS extends this authority to include immovable properties as well. അപ്പൊ CRPC-യിൽ എന്താണ് പറയുന്നത്, സീസർ മഹസർ എഴുതി. ഓക്കെ, സീസർ മഹസർ എഴുതി നമുക്ക് എന്ത് മാത്രമേ ചേർക്കാൻ പറ്റുമായിരുന്നുള്ളൂ, ഓക്കെ, സീസർ മഹസർ എഴുതി നമുക്ക് എന്ത് മാത്രമേ ചേർക്കാൻ പറ്റുമായിരുന്നുള്ളൂ, മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ ചേർക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ, BNSS-ലേക്ക് വരുമ്പോൾ എന്താണ്, അത് മാറി, നമുക്ക് എന്തുകൂടി ചേർക്കാം, യെസ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവശ്യമാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന പോലെ ക്രൈമുമായി ബന്ധപ്പെട്ടു ഐദർ MO, ഓക്കെ, മെറ്റീരിയൽ ഒബ്ജക്റ്റ്, ഓക്കെ, ഈ ഒരു എന്താണ് തൊണ്ടി ആയിരിക്കുന്നു, അതല്ല എങ്കിൽ എന്താണ്, ഈ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ക്രൈം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യാം, അതിനെയും സീസ് ചെയ്യാം. യെസ്, കിട്ടിയോ? അടുത്തത് പവർ ടു റിമൂവ് ഒബ്സ്ട്രക്ഷൻസ് ബൈ പോലീസ് ഓഫീസർ, സെക്ഷൻ 172 BNSS. സെക്ഷൻ 172 BNSS-ലാണ് എന്ത് പറയുന്നത്, പവർ ടു റിമൂവ് ഒബ്സ്ട്രക്ഷൻസ് ബൈ എ പോലീസ് ഓഫീസർ. ഓക്കെ, സെക്ഷൻ 172 BNSS is a newly inserted provision which casts an obligation on persons to conform to the lawful directions of the police officer in the fulfillment of any of his duty and the relevant chapter pertaining to preventive actions by the police. അപ്പൊ എന്താണ്, further the police officer has a power to detain or remove any person resisting, refusing, ignoring or disregarding to conform any directions given by the police officer. CRPC സെക്ഷൻ 172 പ്രകാരം, ഓക്കെ, ക്രിമിനൽ നടപടിക്രമത്തിലെ സെക്ഷൻ 172 പ്രകാരം എന്താണ്, ഒരു പോലീസ് ഓഫീസറിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതല്ല എങ്കിൽ എന്താണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറക്ഷൻസിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാം, ആ സീനിൽ നിന്ന് റിമൂവ് ചെയ്യുവാനുള്ള അധികാരം ആർക്കുണ്ട്, ആ സീനിൽ നിന്ന് റിമൂവ് ചെയ്യുവാനുള്ള അധികാരം സെക്ഷൻ 172 പ്രകാരം കൺസേൺഡ് പോലീസ് ഓഫീസർക്കുണ്ട്. സെക്ഷൻ 172 പ്രകാരം കൺസേൺഡ് പോലീസ് ഓഫീസർക്ക് ഉണ്ട്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, എടേ പോയിന്റ് കിട്ടിയോടെ? യെസ്, പ്രത്യേകിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇല്ല എന്ന് കരുതുന്നു. യെസ്, അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത 2 പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. Yes, the police officer may either present such person before a magistrate or in a petty case or release within a period of 24 hours. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, വലിയ കുറ്റമൊന്നുമല്ല, അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാം.
അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കാം. ആൻഡ് ദേ ഷുഡ് ബി ദേ ഷാൽ ബി removed they shall be released within a period of 24 hours. അവരെ 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? 24 മണിക്കൂറിനകം ആ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത് ജാമ്യത്തിൽ വിടണം. മൂവിംഗ് ഓൺ ടു വെരി 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 ഇമ്പോർട്ടന്റ് സെക്ഷൻ. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഞാൻ എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് ഒരു ചോദ്യം എന്താണെങ്കിലും പ്രതീക്ഷിക്കുന്നു. ദാറ്റ് ഇസ് 0 FIR. ദാറ്റ് ഇസ് 0 FIR. നമുക്കറിയാം ലതാ സിംഗ് കേസൊക്കെ ഉണ്ട് അല്ലേ? ആ കേസിലൊക്കെ പറയുന്നുണ്ട് FIRന്റെ മാൻഡേറ്ററി ആയിട്ട് FIR ഇടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നോക്കുക, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ പോലീസ് ടു രജിസ്റ്റർ FIR where the information regarding the commission of a cognizable offence is received either orally or through electronic communication irrespective of whether the jurisdiction is or not. അപ്പൊ എന്താണ്, ചിലപ്പോൾ ഈ പോലീസുകാർക്ക് ജൂറിസ്ഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അക്കോർഡിംഗ് ടു സെക്ഷൻ 173 ഓഫ് ദി BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം എന്താണ് 0 FIR അവരുടെ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? FIR ഇട്ടിരിക്കണം. Once the 0 FIR is registered, the concerned police station can transfer such FIR to a police station which has jurisdiction to investigate the case. അപ്പൊ ഒരു 0 FIR ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം സപ്പോസ് ഒരു ഒഫൻസ് നടക്കുന്നത് വഞ്ചിയൂരാണ്. വഞ്ചിയൂർ വെച്ച് ഒഫൻസ് നടക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വഞ്ചിയൂര് ഇപ്പൊ നമ്മുടെ പേഴ്സ് സപ്പോസ് ഉദാഹരണം പറയാണ്, നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഞ്ചിയൂർ വെച്ച് നമ്മുടെ പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ നമ്മളത് അറിഞ്ഞത് എവിടെയാണ്? കൊല്ലത്തെത്തിയപ്പോഴാണ്. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം? കൊല്ലം സ്റ്റേഷനിൽ നമുക്ക് പരാതി കൊടുക്കാം. കൊല്ലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പരാതി കൊടുക്കാം. സാറേ എന്റെ പേഴ്സ് അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാം. അപ്പം അവിടെ എന്താണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 173 അപ്പൊ കൊല്ലം പോലീസിന് പറയാൻ പറ്റില്ല എന്താണ്, അയ്യോ ഇത് എന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല, ഇത് അപ്പുറത്തെ സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ ആണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്താണ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെയുള്ള ഒഫൻസസ് വരുമ്പോൾ. കാരണം നമുക്കറിയാം എന്താണ് ആൾക്കാർക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ വക്കീലന്മാർക്ക് പോലും കറക്റ്റ് ആയിട്ട് ഏതാ ജൂറിസ്ഡിക്ഷൻ എന്ന്, ഏത് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ സാധാരണക്കാർക്ക് ഇത് അറിയണമെന്ന് പറയുന്നത് നമുക്ക് വാശി പിടിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. സാധാരണക്കാർക്ക് ഇത് അറിയണമെന്ന് വാശി പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്താണ്, ഏത് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് വരുന്നത് ആ സ്റ്റേഷനിൽ എന്ത് ചെയ്യുക? 0 FIR ഇടുക. 0 FIR ഇട്ടിട്ട് എന്ത് ചെയ്യുക? അത് കൺസേൺഡ് സ്റ്റേഷനിലേക്ക് പിന്നീട് മാറ്റുക. Now എന്താണ്? Now introduction of timeline for preliminary inquiry and investigation. ഇനി എന്താണ്? One of the most significant change sought to be about through the BNSS is the attempt to address the delays in investigation and trial. Specified timelines. Specified timelines has been prescribed for various stages of criminal processes to complete the investigation and file a final report for the trial of an offense. അപ്പൊ എന്താണ്, നമ്മൾ ഈ ക്രിമിനൽ കേസുകളൊക്കെ ഇൻഡെഫിനിറ്റ് ആയിട്ട് നീട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തുക. എന്നിട്ട് എന്താണ് സ്പെസിഫിക് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റന്റ്, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ എ മജിസ്ട്രേറ്റ് ടു ഡിസൈഡ് വെദർ ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് എ ചാർജ് ഷീറ്റ് വിത്തിൻ പീരീഡ് ഓഫ് 14 days. മജിസ്ട്രേറ്റിന്റെ സൗകര്യത്തിന് തള്ളി വെക്കാൻ പറ്റില്ല. ഒരു ചാർജ് ഷീറ്റിൽ കോഗ്നിസൻസ് എടുക്കാൻ കഴിയുമോ എന്ന് എന്ത് ചെയ്യണം? 14 ദിവസത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കണം. സെക്ഷൻ 173 subclause 3 of the BNSS which corresponds with section 154 of the CRPC relating to FIR. FIR-മായി ബന്ധപ്പെട്ടതാണ്. For offences punishable for 3 years or more but less than 7 years, the officer in charge may, with the prior permission of the Deputy Superintendent of Police, proceed to conduct a preliminary inquiry within 14 days to ascertain if exists a prima facie case and proceed with the investigation where there exists one. അപ്പൊ എന്താണ് ഈ 3 വർഷത്തിനും 7 വർഷത്തിനും ഇടയിൽ തടവ് കിട്ടാവുന്ന ഒഫൻസസ്. അതിൽ കൂടുതലും കള്ളക്കേസുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഈ 3 വർഷത്തിന്റെയും 7 വർഷത്തിന്റെയും ഇടയിൽ തടവ് കിട്ടാവുന്ന ഒഫൻസസ് വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ എന്താണ് ഉടനെ പോയിട്ട് FIR ഇട്ട് അല്ലെങ്കിൽ എന്താണ് കോഗ്നിസൻസ് കൊടുത്ത് റിപ്പോർട്ട് കൊടുത്ത് വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കരുത്. എന്ത് ചെയ്തിരിക്കണം? ഒരു പ്രിലിമിനറി എൻക്വയറി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ DYSP. അയാൾ സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് പ്രിലിമിനറി എൻക്വയറി നടത്തരുത്. പക്ഷെ എന്താണ് DYSPയുടെ പെർമിഷനോട് കൂടി എന്തായിരിക്കണം? ഒരു എൻക്വയറി നടത്താൻ പെർമിഷൻ ഉണ്ട്. കോൺട്രാഡിക്ട് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഇൻ ലളിത കുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് കേസ്. ലളിത കുമാരി കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോഗ്നിസബിൾ ഒഫൻസ് കിട്ടിയോ? കോഗ്നിസബിൾ ഒഫൻസുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ FIR ഇട്ടിട്ടേ ബാക്കി സംസാരമുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് അവിടെ FIR ഇട്ടിരിക്കണം.
യെസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഓഫൻസസ് റിഗാർഡ്ലെസ് പോലീസ് ഫെൽറ്റ് ക്രെഡിബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ. എന്താണ് പോലീസിന് ക്രെഡിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, FIR ഇട്ടിരിക്കണം. അനദർ സെക്ഷൻ ഫൗണ്ട് ഇൻ സെക്ഷൻ 173(4) എന്താണ് വിത്ത് പ്രൊവൈഡ്സ് ഫോർ ദി complainant may file application to the magistrate to register FIR only if the superintendent of police does not investigate the case or direct subordinate police officer to investigate accordance with the BNSS. Okay. അപ്പൊ എന്താണ് മജിസ്ട്രേറ്റിന് നേരിട്ട് പരാതി കൊടുക്കുന്ന എപ്പോഴാണ്? എല്ലായ്പ്പോഴും പോയി ഓടി മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കരുത്. മജിസ്ട്രേറ്റിന് നേരിട്ട് പരാതി കൊടുക്കാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒള്ളി എന്താണ് എസ് പിക്ക് നമ്മൾ പരാതി കൊടുക്കുകയും SP അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതിന്റെ താഴെ എന്താണ്, അല്ലെങ്കിൽ SP അത് മറ്റു ഓഫീസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാതെ ഇരിക്കുന്നു. Yes, introducing a time period of a fortnight for a police officer to forward daily report to the magistrate. അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ എന്താണ് എല്ലാ ദിവസവും അന്നത്തെ കാര്യങ്ങളുടെ റിപ്പോർട്ട് എന്ത് ചെയ്തിരിക്കണം, മജിസ്ട്രേറ്റിന് കിട്ടിയിരിക്കണം. As regard to police officer power to investigate cognizable offences, the BNS now provides superintendent of the police may require deputy superintendent to investigate the offences. Okay, the BNS further provide that the judicial magistrate may take cognizance of a complaint against a public servant. പബ്ലിക് സർവന്റിനെതിരെ വരുന്ന കംപ്ലൈന്റ്സിൽ ആർക്ക് കോഗ്നിസൻസ് ഉണ്ട്? മാജിസ്ട്രേറ്റിന് കോഗ്നിസൻസ് എടുത്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ പവർ ക്യാൻ ബി ഡെലിഗേറ്റഡ്. മുമ്പ് CRPC ഉണ്ടായിരുന്ന SP ആയിരുന്നു, ഇപ്പോൾ അത് DYSP ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസിലേക്ക് അത് താഴ്ത്തി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നും പഠിച്ചത്.